പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. യൂഷ്വലി ഞാൻ കുറേ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു ലോങ് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മേക്ക് ഓവറിന് വേണ്ടിയാണ്, ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി, ഒരു ട്രാൻസിഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മേക്കപ്പിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളൊന്നുമല്ല. നമ്മൾ യൂഷ്വലി നമുക്ക് ഇഷ്ടമുള്ള ഒരു മേക്കപ്പ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. കുറേ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ലാഗ് ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്ട്രോപ്പ് ക്രീമിൽ നിന്നാണ്. ഈ ഒരു സ്ട്രോപ്പ് ക്രീം എന്ന് പറയുന്നത് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം, ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 3 രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ മേക്കപ്പ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ ഒരു ഡൂയി ഗ്ലോയി മേക്കപ്പ് ഇട്ടാനും ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഹെൽപ്പ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മൾ സ്ട്രോപ്പ് ക്രീമിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിങ്ങനെ 2-3 ഡോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആവുന്നുണ്ട് കണ്ടോ. ഈ ഒരു സ്ട്രോപ്പ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ട്രോപ്പ് ക്രീമാണ്. ആൻഡ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഗ്ലോയി ഡൂയി ലുക്ക് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമ്മളൊരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് കണ്ണിൻ്റെ അടിയിലും അപ്ലൈ ചെയ്യാറ്. കാരണം അത്യാവശ്യം നല്ലൊരു ലൈറ്റ് കളറുള്ള ഫൗണ്ടേഷനാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാറ്. കുഞ്ഞ് ബ്രഷ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ണിൻ്റെ അടിയിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ അപ്പർ ലിപ്സ്, പിന്നെ നെറ്റിയിലും കൂടി അപ്ലൈ ചെയ്യും. ഇനി ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് കൈ ഉപയോഗിച്ചാണ്. കാരണം ബ്രഷ് കൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ പകുതി പ്രൊഡക്റ്റ് ബ്രഷിൽ തന്നെ ഇരിക്കും. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടൊരു കാട്ടുവാസി ലുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ സെറ്റാവും. ആൻഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ് അത്ര ഡ്യൂ ആയിട്ടിരിക്കാൻ പോണേന്ന്. സോ ലെറ്റ്സ് ബ്ലെൻഡ് ഇറ്റ്. ഞാൻ കഴുത്തിലും കൂടി കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. കാരണം കഴുത്തും മുഖവും വേറെ കളറായിരിക്കരുത്, അതുകൊണ്ടാണ്. ഫൗണ്ടേഷൻ കണ്ട് നല്ല ഫ്ലോലെസ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു ഗ്ലോയി ഡോയി ആയി കിട്ടിയത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറാണ്, മീൻസ് സ്ട്രോപ്പ് ക്രീം. പ്രൈമറും ഹൈലൈറ്ററും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സ്ട്രോപ്പ് ക്രീം കാരണമാണ് നമുക്ക് ഇത്രയും ഫ്ലോലെസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് കിട്ടിയത്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ യൂഷ്വലി ചെയ്യാറ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാജൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ബ്രഷിൽ ഇച്ചിരി കാജൽ എടുക്കാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്കൊരു മിററിൻ്റെ ഹെൽപ്പ് വേണം. ഇവിടെ ഒരു മിറർ യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അറിയാലോ പിള്ളേച്ചൻ്റെ പോലെ ആവും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. തിക്കായിട്ടോ തിന്നായിട്ടോ കർവായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണത്. കാരണം നിങ്ങളുടെ ഐബ്രോസ് ആണ് നിങ്ങളുടെ ഫേസിനെ കുറച്ച് ഡിഫൈൻ ചെയ്ത് കാണിക്കുന്നത്. ഒരു സൈഡിൽ നമ്മൾ ഐബ്രോ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ 2 ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഐ മേക്കപ്പിലോട്ടാണ്. ആൻഡ് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഐ മേക്കപ്പ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഐലൈനർ ചെയ്തുമ്പോൾ ഒരു സൈഡിൽ വലുതായിട്ട് വരും, ഒരു സൈഡിൽ ചെറുതായിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാറില്ലേ? മിക്കവർക്കും ഉള്ള പ്രശ്നമാണ് ഈ ഒരു സംഭവം. പ്രത്യേകിച്ച് വിങ്സ് ചെയ്തുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് ചെരിഞ്ഞിരിക്കും, ഒരു സൈഡിൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഐ മേക്കപ്പ് ചെയ്താലേ പറ്റും. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ പോണേ. നമ്മൾ ലൈറ്റ് മേക്കപ്പ് ചെയ്യണോണ്ട് തന്നെ ഒരു ലൈറ്റ് ഐ ഷാഡോ തന്നെയാണ്. ഞാൻ ഈ ഒരു ന്യൂഡായിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോണേ കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് ടെഡി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത് ന്യൂഡിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്യാം.
ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എപ്പോഴും നമ്മുടെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരുമാതിരി നമുക്ക് മേക്കപ്പ് ഇട്ട ആ ഒരു ലുക്ക് വരരുത്, എന്നാൽ മേക്കപ്പ് ചെയ്യുകയും വേണം. അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് വേണമെങ്കിൽ നമ്മളെപ്പോഴും ലൈറ്റായിട്ട് മേക്കപ്പ് ആയാലും എന്തായാലും, ഇപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും എന്തായാലും നമ്മൾ ലൈറ്റായിട്ട് ചെയ്യാം. കണ്ടോ, ഐ ഷാഡോ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇട്ടില്ല എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഐലൈനറിലേക്ക് പോവാണ്. ഇനി ഭയങ്കര ഉറപ്പില്ല എന്താ ശരിയാവുമെന്ന്, എന്തായാലും ട്രൈ ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല, പക്ഷെ ഈ ഒരു വ്ളോഗ് ചെയ്യണോണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഇവിടെ മിറർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാലോ, അല്ലെങ്കിൽ തെറ്റിപ്പോരും. ഇനി മിററും കൂടി യൂസ് ചെയ്തില്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വിങ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വിൻറ്റേജ് ലുക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ട്രൈ ചെയ്യാം, നടക്കുമെന്ന് അറിയത്തില്ല. ആൻഡ് ഓൾമോസ്റ്റ് 2 സൈഡും സെറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ മസ്കാര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഐലൈനർ യൂസ് ചെയ്തിട്ടാട്ടോ എൻ്റെ ഐലാഷസ് ഫില്ല് ചെയ്യാൻ പോണേ. ഏറ്റവും നല്ലത് മസ്കാര യൂസ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. അങ്ങനെ ഐലാഷസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ടായ ലിപ്സ്റ്റിക്കിലേക്കാണ് പോകുന്നത്. എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ലിപ് മേക്കവർ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്ലംപി ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന ലിപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനൊരു ലിപ് ബാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ലേബലോൻ്റെ ലിപ് ബാമാണ്. ചെറിയ ഷൈൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ട് യൂസ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ലിപ് ലൈനർ എഴുതുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്നാൽ മതിയൊക്കെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലിപ് ബാം യൂസ് ചെയ്തത്. നമുക്ക് ലിപ് ലൈനർ എഴുതി കൊടുക്കാം. കുറച്ചുകൂടി വലുതായിട്ടുള്ളൊരു പ്ലംബി ആയിട്ടുള്ള ലിപ്സ് പോലെ നമുക്ക് എഴുതിയെടുക്കണം. നമുക്ക് കുറച്ച് പ്ലംബി ആയിട്ട് കിട്ടാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ മുകളിൽ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, സെറ്റായിട്ടുണ്ട് ലിപ്സ്. ഇനി നമ്മൾ ഒരു ലിപ് ഗ്ലോസ്, നിങ്ങളുടെ ലിപ് ഗ്ലോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെട്രോളിയം ജെല്ലി ആയാലും യൂസ് ചെയ്യാം. ഒരു ഗ്ലോസി ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഡാബർ ഹെർബോലിൻ്റെ പെട്രോളിയം ജെല്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി ഗ്ലോസി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, ഒരു ഗ്ലോസി ലുക്ക് തരും. ആൻഡ് കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന ആ ഒരു പെട്രോളിയം ജെല്ലി ഒരു ഹൈലൈറ്റിംഗ് പാർട്ടായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരു ഗ്ലോസി ലുക്ക്, ഒരു ഡൂയി ലുക്ക് തരും. ഇപ്പോഴത്തെ തരും. ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് ഹൈലൈറ്റർ നമ്മൾ ഇന്നർ കോർണറും കൂടി അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇവിടെ ലാക്മിയുടെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മാത്രം എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ. അപ്പം എത്ര ഉള്ളൂ, നമ്മുടെ മേക്കപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്തിട്ട് വേഗം വരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും മേക്കപ്പ് റെമഡീസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനി എനിക്ക് പോയി ട്രാൻസിഷൻ വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ലവ് യു ആൻഡ് ബൈ.